നമസ്കാരം. നമസ്കാരം. ഓ നമസ്കാരം. നമസ്കാരം. മുതലാളി ഒന്ന് കാണാൻ വന്ന അവിടെ ഇല്ലേ? മുതലാളി എന്താ കാര്യം? കാര്യം രവിശങ്കർ മുതലാളിയോട് നേരിട്ട് പറയാനുള്ളതാ. ഓ രവിശങ്കർ മുതലാളി, പറയണം ചേട്ടാ, എന്താ പ്രശ്നം? ഇവിടത്തെ ഒരു 50 പശുക്കളെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആര് പറഞ്ഞു? രവിശങ്കർ പറഞ്ഞു? ഇല്ല, ഞാൻ ബ്രോക്കർമാർ വഴി അറിഞ്ഞതാണേ. ഇവിടെ അങ്ങനെ ഒരു പ്ലാൻ ഇല്ലല്ലോ. പശുവിനെ വിൽക്കുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടുമില്ല. നമുക്കതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാവും. രവിശങ്കർ മുതലാളിയെ വിളിക്കൂ, ഞാൻ സംസാരിക്കാം. എന്നോട് ബ്രോക്കർ കണ്ണപ്പനാണ് പറഞ്ഞത്. അയാൾ നുണ പറയില്ല. ചേട്ടാ ഇപ്പൊ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേട്ടാ. ഇവിടുത്തെ ഒരൊറ്റ പശുവിനെ പോലും വിൽക്കാൻ ഉദ്ദേശമില്ല. അത്രയ്ക്കങ്ങ് തർപ്പിച്ച് പറയാൻ നമ്മളാരാ? ഞാനാ ഇതിന്റെ ഓണർ ഡെന്നിസ്. എന്താ ഞാൻ പറഞ്ഞ പോരെ? ഓക്കെ. അപ്പൊ രവിശങ്കറോ? രവിശങ്കറിന്റെ ഫാം ആണെന്നാണല്ലോ ഞാൻ കേട്ടത്. ഇയാൾക്ക് ഇനിയും വിശ്വാസമില്ലെങ്കിൽ ഞാൻ പണിക്കാരെ വിളിക്കാം. വേണ്ട, വിശ്വാസമുണ്ട്. അവരെ വിളിക്കുന്ന ഇയാളെ വിശ്വസിപ്പിക്കാനല്ല, പുറത്തേക്കുള്ള വഴി കാട്ടി തരാന്. ഇങ്ങോട്ട് വന്ന വഴി തന്നെയല്ലേ അറിയാം. അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അതെ, ഈ രവിശങ്കർ മുതലാളിക്ക് ഫാം ഉണ്ടോ? പുറത്ത് റോഡിലോട്ട് ഇറങ്ങി കിഴക്കോട്ട് വെച്ച് പിടിക്കണം. അര ഫർലോങ് ചെല്ലുമ്പോ കാണാം രവിശങ്കറിന്റെ ഫാമിന്റെ ബോർഡ്. അല്ല, അവിടെ കന്നുകാലികൾ അല്ലല്ലോ, ആനയെ വളർത്തുന്ന സ്ഥലം. ഒന്ന് പോടോ, കുറ്റിയും പിഴുന്നുണ്ട് പോന്നോളൂ പോരോ. അല്ല, സാറ് കിഴക്കോട്ടാണോ? അല്ലല്ലോ, രവിശങ്കർ കൊള്ളാം. ലോക്ക്ഡ് ആണല്ലോ. എന്ന് ലോക്ക്ഡ് ആയതാണോ? അപ്പുണ്ണിയരേ, കുട്ടാ, അമ്പട കള്ള, ആ ഡെന്നീസിന്റെ ഫാമിലി കയറി ചെന്നില്ലേ? ആ കുട്ടാ, അതുകൊണ്ടല്ലേ ഇതിന്റെയൊക്കെ ശരിക്കുള്ള ഓണേഴ്സ് ആരാന്ന് മനസ്സിലായത്. കണ്ടത് ഡെന്നീസിന്റേത്, ഇത് കുട്ടന്റേത്. ഡെന്നീസിന്റെ കണ്ടു, ഉഗ്രൻ. ഇനി കുട്ടന്റെ കാണണം. കുട്ടന്റേതും കൂടി കണ്ടിട്ടേ നിങ്ങൾ പോകുള്ളൂ. അതൊക്കെ പോട്ടെ, വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല? പരമസുഖം. മോന്റെ ഫാമിന്റെ ഫോട്ടോ കണ്ടത് മുതൽ അമ്മ ഭയങ്കര ഹാപ്പിയാ. താക്കോലെടുക്കു കുട്ടാ, തുറക്കട്ടെ. അല്ല, ഞാൻ പറയട്ടെ, ആ ഫോട്ടോസ് എന്റെ ഫാമിന്റേതല്ല, അത് ഡെന്നീസിന്റെ അല്ലേ, മാറിപ്പോയതല്ലേ. ഇതാണ് രവിശങ്കേഴ്സ് ഫാം. ആഗ്രോ ഫാം, ഗോഡ് ഫാം, ഓർക്കിഡ് ഗാർഡൻ, ഫ്രൂട്ട് ഗാർഡൻ, മിൽക്ക് പ്രോഡക്ട്സ്, കാറ്റിൽ ഫാം. അവർ നെക്സ്റ്റ് പ്രോജക്ട് ഷാങ്ക് ബറീസ് ചോക്ലേറ്റ്. മിക്കവാറും ഇത് വരുന്നതോട് ബാക്കി ചോക്ലേറ്റ് കമ്പനികളൊക്കെ പോട്ട്. സംസാരിച്ചെന്ന് സമയം പോയതറിഞ്ഞില്ല. തൊട്ടടുത്ത് നല്ല ബിരിയാണി കിട്ടും. അപ്പോൾ ബിരിയാണി കഴിക്കുന്നതിന് മുമ്പ് 4 വീശണം. എല്ലാത്തിനും മുമ്പ് എനിക്ക് ഇത് തുറന്ന് കാണണം. കാണും, ഞാൻ വൈലന്റ് ആവും. ആഹാ, ബ്യൂട്ടിഫുൾ. വെറും 3 വർഷം കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്ത എന്റെ കൂട്ടാ. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. നാട്ടിൽ എനിക്കൊരു പേരുണ്ട്, CID അപ്പുണ്ണീന്ന്. വെറുതെ കിട്ടിയതല്ല, അത്യാവശ്യം CID പണികളൊക്കെ എനിക്ക് അറിയാം. ആരാടോ കുമ്പിട്ട് എടുത്തത്? ആ ഫാമിന്റെ ഫോട്ടോസ് അവിടെ എത്തിയപ്പോ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു, നമ്മുടെ കുട്ടൻ ഇത്രയ്ക്കങ്ങോട്ട് പുരോഗമിച്ചോന്ന്. എടോ നായരെ, എന്റെ ഇവിടത്തെ ഈ സ്ഥിതി താൻ അമ്മയെ അറിയിക്കാനുള്ള പരിപാടിയാണെങ്കിൽ തന്നെ ഒന്ന് കുഴിച്ചു മൂടും ഞാൻ. 14 അല്ല, എക്സ്ട്രാ ഒരു 10. എന്താണോ താനി എണ്ണുന്നത്? അല്ല, 14 അല്ല, 24 അല്ല, 74 ആയാലും അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ. അങ്ങനെ പരന്ന് കിടക്കല്ലേ, വെക്കാനും വിളമ്പാനും വെളിക്കിറങ്ങാനും. ആഹാ, മുത്തശ്ശൻ കേണലായിരുന്നു കൊണ്ടേ ഇവിടെ ഒരു ടെന്റ് അടിക്കാനും കുഴിക്കക്കൂസ് കുത്താനും ഒക്കെ നല്ല പരിചയം കാണും. താൻ എന്ത് തേങ്ങാ കൊലയാടോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? വരുന്നു. ആര്? ചെറുമകന്റെ കൂടെ ഒഴിവുകാലം ചെലവഴിക്കാൻ മുത്തശ്ശനും മുത്തശ്ശിയും പേരക്കുട്ടികളും, ചിലപ്പം അവരുടെ തണ്ടമാരും തള്ളമാരും എല്ലാവരും വരുന്നു. കുട്ടാ, കുട്ടാ, എവിടേക്ക് രാത്രിയിൽ വേളാങ്കണിക്ക് ടൂർ പോവാ? ശ്രീപീഠത്തിന് പുറത്താക്കല്ലേ? നീ അവിടെ കിടന്ന് പീഡിപ്പിക്കും. നാണക്കേട്. മുത്തശ്ശന്റെ മുമ്പിൽ ഞാൻ അങ്ങോട്ട് ചൂളിപ്പോയി. അതിനിപ്പോ നമ്മൾ എന്നായത്? നമ്മളല്ല, നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. രാത്രി കാലത്ത് പെമ്പിള്ളേരെ മുറിയിൽ നുഴഞ്ഞു കയറി. നാണക്കേട്. എടാ, ഒരറ്റംപ്റ്റ് ചീറ്റിന്ന് വിചാരിച്ച് നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെപ്പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. ഓ, എന്നാ പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് പോയി ശ്രമിക്കും. ഞാൻ ശ്രമിക്കുകയോ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യും. അതിനെനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. ഓ, എനിക്ക് വലിയ അസുഖമല്ലേ നിന്റെ മറ്റവളെ കണ്ടെത്താഞ്ഞിട്ട്. പോടാ, നീ പോടാ തെണ്ടി, നീ പോടാ പരമതനി. അതെ, നിങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ തെണ്ടിന്ന് വിളിച്ച് പറയേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരെ തെണ്ടിന്ന്. മനസ്സിലായി. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിലേ പുറത്തു പോ. അവിടെ നല്ല നിലാവാ, അവിടെ പോയി ബഹളം വെക്കി. മനുഷ്യൻ റെസ്റ്റ് ചെയ്യുമ്പോഴാ, അല്ലെങ്കിൽ ടയേർഡാ. നീ പോടാ ഓപ്പേ. നീ ആരാ ചോദിക്കാൻ? ഞങ്ങൾ എന്ത് നീ വേണേ പുറത്തു വെക്കുന്ന ഇപ്പൊ എല്ലാം കൂടി അന്വേഷിക്കായോ? അല്ല,
പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് പോയി രണ്ടുപേരും കൂടി പോയി എന്താ ഡിഗോളിഫിക്കേഷൻ ഒപ്പിച്ചു വന്നിരിക്കാ പാഞ്ഞ വിശ്വാമിത്രമാര്. രവി അടിയിടാവനെ. അടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അല്ലല്ലേ? അയ്യോ മണി മണി ടെലിഫോൺ മണി അടിക്കണേ. അയ്യോ മുത്തച്ഛൻ മുത്തച്ഛൻ. മുത്തച്ഛ, പുറത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് നീങ്ങാം. കാറ്റിൽ ഷെഡാണ്. വളരെ വിശേഷപ്പെട്ട ഇനം പശുക്കളുടെ ഒരു സംഭവം തന്നെയാണ് അതിനകത്ത്. കണ്ടുകളയാം. ഓ രവി, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒന്ന് മാത്രം സുഖിച്ചില്ല. ഈ ഫാമിന്റെ പേര്, ഈ ബേത്ലഹേമും നമ്മളുമായിട്ട് എന്താ ബന്ധം? മാത്രമല്ല പേര് കേട്ടാൽ മേജർ ഷെയർ ഡെന്നീസിന്റേതാണെന്ന് തോന്നുകയും ചെയ്യും. അതെ മുത്തശ്ശ, ഈ പേര് മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിത് ഒരു സായിപ്പിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. സായിപ്പിന് ഈ പേരിനോട് ഭയങ്കര സെന്റിമെന്റ്സാ. അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ആദ്യം നമുക്ക് പശുക്കളെ കാണാം. Okay. വെൽക്കം. താങ്ക് യു. ശരിയായ കാമധേനു. റിയലി? ഇതല്ല ഏത് ബ്രീഡാ? എല്ലാം നല്ല മോസ്റ്റ് മോഡേൺ ബ്രീഡ്സാ. ഓൾ ഇമ്പോർട്ടഡ് ഫ്രം ഡെൻമാർക്ക്. എന്താ ഇതിന്റെയൊക്കെ പേര്? പേര് സ്റ്റെഫി ഗ്രാഫ്, മെർലിനോട്ടി, ശില്പ ഷെട്ടി. ഇവളുടെ ബ്രദർ അങ്ങ് ബുൾഷെട്ടിലുണ്ട്, സുനിൽ ഷെട്ടി. മാർട്ടിന നവരത്തിലോവ. ഓ, ആ പറഞ്ഞു ഒന്നിട്ട് വരാ. അതെ, അവള് സ്പെയിൻകാരിയാ. എല്ലാത്തിനെയും മെഷീൻ വെച്ച് വേണം കറക്കാൻ. ആ ലോറൻസ് അവന്റെ മുതലാളി വരുന്നുണ്ട്. രവി സാറ് കുറെ കാശ് ഞാനോ? ഡെന്നീസ് കാശ് കൊടുക്കാനുള്ള. ഡെന്നി സാറ് കുറെ കാശ് കൊടുക്കാനുള്ള പാർട്ടിയാ. സാറേ ഇതേ മുതലാളി. സാറേ, ഞാനാ മുതലാളി. ഞാനും. അവിടെ നിന്നേ പാടോ. സാറേ ചാടരുത്, അത് ചാടരുത്. Bethlehem Estates. ഹലോ, ഒരു കൊറിയർ ഉണ്ട്. ഹലോ, ഒരു നമസ്കാരമുണ്ട്. ഒരു കൊറിയർ ഉണ്ടെന്ന്. ആ നമസ്കാരം ഉണ്ടെന്ന്. ഇതല്ലേ ബദലഹേം എസ്റ്റേറ്റ്? പുറത്ത് ബോർഡ് വെച്ചിരിക്കണ്ടില്ലേ? അതെനിക്ക് മനസ്സിലായി. ഇതിനെ ബദലഹേം എസ്റ്റേറ്റ് നല്ല പേരിടുണ്ട്. വല്ല ഗാഗുൽത്താമലാന്ന് കേട്ടണം. എന്തൊരു കയറ്റോടോ, മനുഷ്യന്റെ ഊപ്പാടളി. ഒരുപാട് അളിയോ? തന്നെ ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞ? പിന്നെ ഈ കൊറിയർ അവിടെ നിന്ന് നടന്നു വരൂ. ആരെ രവിശങ്കർ? അയം മോനായി. പണ്ട് മോളായിരുന്ന. എടോ, എന്റെ അച്ഛന് മോനായി, അപ്പൊ ഞാൻ മോനായി. വെരി ഗുഡ്. ഞാൻ ഈ രവിശങ്കർ ആരാന്ന് ചോദിച്ചത്. താൻ ആദ്യം ഞാൻ ആരെന്ന് മനസ്സിലാക്കി, പിന്നല്ലേ രവിശങ്കർ. അതെനിക്ക് മനസ്സിലായി. ആ ചായക്കടക്കാരൻ ചക്കൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഒരു കരിമന്തി അവിടുത്തെ കാര്യസ്ഥനം. കരിമന്തിയ ചായക്കടക്കാരന്റെ തന്തയാ. അപ്പൊ നിങ്ങളുടെ മോനാ ചക്കൻ? എടോ കൊറിയേ, അയം മോനായി, മാനേജർ ഓഫ് ബദലഹം എസ്റ്റേറ്റ്. എന്തോ വാഴക്കാലങ്ങളാട്ടെ. ഇതങ്ങോട്ട് ഒപ്പിട്ട് ഈ സാധനം വാങ്ങിക്കും. എന്തത്? ഇത് അങ്ങനെ ഇവിടെ വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല. രവിശങ്കർ, ബദലഹേം എസ്റ്റേറ്റ്, ചന്ദ്രഗിരി. ഈ അഡ്രസ് കറക്റ്റ് അല്ലേ? അഡ്രസ് കറക്റ്റ് ആണ്, പക്ഷെ ആള് കറക്റ്റ് അല്ല. ഈ രവിശങ്കർ അതിനെ എനിക്ക് വല്ല ചെയ്യാൻ പറ്റുമോ? പുള്ളിക്കാരനോട് വിളി, ഞങ്ങൾ തമ്മിൽ ഡീൽ ചെയ്തോളാം. എടോ, ഈ ഫാം എന്റെ ബോസ് മിസ്റ്റർ ഡെന്നി സാറിന്റെയാ. ഈ പറഞ്ഞ രവിശങ്കറും ഡെന്നി സാറും തമ്മിൽ കേട്ടതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് വരുന്ന പാർസൽ മുഴുവൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇതിനകത്ത് വല്ല ബോംബാണെങ്കിലോ? ബോംബാണിത് പൊട്ടുമറിയാലോ. നിന്റെ ചെടുത്തിനാ പൊട്ടിച്ചാൽ നിനക്ക് മനസ്സിലാവട്ടെ ഞാൻ പൊട്ടിച്ചാന്ന്. ഇതെന്ത് പൂച്ചാറിനെ കരണേട്ടാ? അപ്പൊ ചത്തിട്ടില്ല. ഞാനാ വളവിലെ കട്ടറിൽ വീണപ്പോ ചത്തെന്ന് വിചാരിച്ചേ. എന്താ മോനെ, ആരാള്? സാറ് ഇയാൾ കാലത്തിന് വന്നെന്തോ ചോറിയാണ് കൊറിയാന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്താ ചുറ്റിക്കളി കേസാ? എന്താടോ? സാർ, ഐ ആം ഫ്രം ഡയാന കൊരിയേഴ്സ്. ഒരുപാട് ദൂരം യാത്രയാണ് സാർ ഞാൻ വരുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് ഏരിയയിൽ സർവീസ് ഇല്ല. ഇത് സോണൽ ഓഫീസിൽ നിന്ന് ബ്രാഞ്ച് ഓഫീസിലേക്കും അവിടെ നിന്ന് സബ് ഓഫീസിലേക്കും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ വന്ന കേസാണ് സാർ. ഈ പൂച്ചക്കുട്ടി ജീവനോട് എത്തിക്കണമെന്ന്. ഐ ഗോഡ്സ് ഗ്രേസ് ഇതിനോട് എത്തിക്കണം സാർ. ഇതാർക്കാ? മിസ്റ്റർ രവിശങ്കറിന്. മോനായി പറഞ്ഞ കേക്ക്. രവി സാറിന് പട്ടിയുടെ രൂപത്തിലും പൂച്ചയുടെ രൂപത്തിലും ഓരോ സാധനങ്ങൾ വരുന്നത്. ഇത് ഏറ്റെടുക്കേണ്ട അവസാനം പുലിവാലാവും. ഇതെങ്ങനെയാ പുലിപാലാവുന്നത്? ഇത് പൂച്ചപാലല്ലേ? ഇത് ഞാൻ പിടിച്ചോളാം. ആരെടുത്ത് ചോദിച്ചിട്ടായി ഗൗൺ എടുത്തിട്ട്? ഇന്നലെ രാത്രി തണുപ്പുണ്ടായി അതുകൊണ്ട് എടുത്തിട്ടാ. നീ അയാൾക്ക് ഒരു 100. ഓക്കെ, 150. ഇല നക്കിപ്പട്ടിയുടെ കിരുന്നക്കല്ലേട്ടാ. ഇലയിലും എല്ലാം നക്കാണ്ടായിട്ട് വേണ്ട നിന്റെ കിറി നക്കാൻ. എന്റെ പൊന്നു ലോറൻസ്, നീ ഇതുകൊണ്ട് പോ. അതല്ലെന്നേ, ഞാൻ പലിശ കാണുമ്പോ നിന്റെ മുതലാളിയുടെ ചൊറിച്ചിൽ കുറയും. എന്റെ സാറേ ശരിയാവുകയല്ല.
നീ പോ ലോറൻസേ. മുതൽ തിരിച്ചു കിട്ടാതെ പുള്ളിക്കാരൻ അടങ്ങത്തില്ല സാറേ. ഇങ്ങോട്ട് കയറി വന്നുകളി. ചില നേരത്തെ അയാളുടെ സ്വഭാവം മഹാപിഴയാ. ഓ, എടോ സിറ്റുവേഷൻ മഹാമോശമാ. കാശ് കയ്യിൽ വെച്ചിട്ട് തരാത്തൊന്നുമല്ലല്ലോ. ബാങ്കുകാർ ഒരു വഴിക്ക് ഇറങ്ങിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയാ ആ മാനേജർ ദാസൻ പന്നി എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞത്. കഥകളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. ഓ, പോയി എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യൂട്ടാ. മാനേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഓ, മാനേജ് ചെയ്യാന്ന് പറഞ്ഞ മാനേജ് ചെയ്യ, അത്ര തന്നെ. ഒരു രക്ഷയില്ലെങ്കിൽ കുറച്ച് എലിവേഷൻ മേടിച്ച് നീ നിന്റെ മുതലാളിക്കോട്, ബാക്കി കാശിന് നീയും പുട്ടടിച്ചോ. നീ പോലെ ഓറൻസേ. അല്ല അതെ. എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ ഈ മല കയറ്റിയത്?